മേലെ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി ബ്രദേഴ്സ്, ഗെറ്റ് റെഡി. ലൊക്കേഷൻ ഷിഫ്റ്റ്. ഈശോയെ, മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാശ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണേ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ അടച്ചാ? എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം, എന്റെ അമ്മേ, ആ കേശവുള്ള ചേട്ടന് ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. എന്ത് നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള ആപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഫാസ്റ്റ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? അതെ, ഈ ഫുഡിനൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസേട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം ഓടിക്കോ? ഞാൻ അടുത്ത് എഴുതും, അല്ലാണ്ട് ഞാനാ. ഇവന് മാറ്റം നിനക്കൊന്നും തോന്നുന്നില്ല. ശീലമായി പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം. എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാനിവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായിന്ന് കേട്ടല്ല? അതരബദ്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. എങ്ങനെടിക്കണ്ടായിരുന്നു മാവിനടിച്ച്. അതെ, മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകാത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? MG ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ്സിൽ കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്. ഇവന്റെ പരാതിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേ, ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്. നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഇയാളെന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. ഇയാളെ മാറ്റി മോത്തിട്ടുണ്ടല്ലോ. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ്, ഇവിടുത്തെ വാടക, റമ്മിരിപ്പുണ്ടോ? അടി തുടങ്ങാം. മനസ്സിലായി? മനസ്സിലായ? അരിതാമ്മ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ, സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. ഇരിക്കടാ, എഴുതക്കടാ. നീ പാടിക്കൊടു. നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല. പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല. എടാ, കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ, ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ, സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ, നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ, ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ, എന്താടാ മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മൾ ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ.
അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ, തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ്പ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് ഓ, പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്! ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് നീ പറഞ്ഞു തന്നെ. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? എന്താണ് പറഞ്ഞത്? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ നീ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കിയാലുണ്ടല്ലോ ചീത്തങ്ങൾ എന്തോ ചെയ്യും? കൊല്ലിക്കാതെ നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ. കുത്തോളി. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. അയ്യോ, ഒന്ന് എടുത്തു തരുമോ പ്ലീസ്? ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് രണ്ടിലൊന്നും കാര്യം. അയ്യോ, അയ്യോ. പോണ അവിടെ നിക്കണേ. പോയി പിടിക്കേ. നിക്കണ അവിടെ. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ. ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചടാ. സമ്മതിച്ചേക്ക്. നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയി കിടന്ന് നോക്കടാ. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കടത്തി വിട്ടു നോയിക്കോ. നിക്കടാ. സൂക്ഷിക്കണം, പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കുലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. നീ എവിടെയാ പോണത്? അവരെന്നെ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലേ കെട്ടുണ്ടല്ലോ. വീട് കിട്ടിയെടുത്താ അവിടുന്ന് പെറുക്കിയെടുത്തു. കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല, അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ചാടി ചാടി പോ, ചാടി ചാടി പോ. നീയോ? ഞാൻ മാർക്കറ്റില്. തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ, പോക്കറ്റ് ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി, ചെല്ലു മോനെ, ചെല്ലി ചെല്ലു മക്കളെ. ഈശ്വരാ, കണ്ടു പടി മോനെ. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോനെന്ന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കും. കലക്കുവാ. ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ കേട്ടാ. ശരി പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് ലേറ്റസ്റ്റ്. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം അല്ലേ ചേട്ടാ? യാ 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ Life is beautiful. ഓ നൈസ് ടു മീറ്റ് യു. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ് റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300. അയ്യോ, 10 പവൻ തികച്ചില്ല. അല്ല, നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy man. തന്നെ.
27,500 രൂപ. ഓ can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. യാ ഈ മാല മാറ്റി വെച്ചേക്ക്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. ഓക്കെ, എനിത്തിങ് റോങ്? നത്തിങ്, എനി ഡൗട്ട്? നോ ഡൗട്ട് സർ. ഓക്കെ. ഹായ് ബ്യൂട്ടി. Bloody rascal. മച്ചാ ഞാൻ കയറി പിടിച്ചിട്ടില്ല. അയ്യോ, ഞാനല്ല. അയ്യോ, മോശം. ചേച്ചി മോശമല്ലായിരിക്കും. അയ്യോ, ചേച്ചി ഒന്ന് പറയൂ. അയ്യോ, അയ്യോ, ചെയ്യല്ലേ. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്താ കേട്ടത്? എന്താ ഇടലേ കള്ളനാ മുക്കോണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി കൊടുക്കണോ? അപ്പോഴേ പറയാ ഈ പ്ലാനിങ്ങിന് ഈ ചെറുക്കനെ ചേർക്കണ്ടെന്ന്. കല്യാണമുണ്ട്. അച്ഛനെ കോട്ട് വാടക കെട്ടാ. ലിഫ്റ്റ് പോണു. ഓടിയോ 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 ചേട്ടാ, ഇന്നുണ്ടോ ദൈവം ശിക്ഷ ഞാൻ നോക്കണം. അവിടെ ചേട്ടാ അടുക്കരുത്, ഒച്ചടത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല, കത്തിയോടെ കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ മേടിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിക്കും. ഓടിക്കാം, കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ചേട്ടങ്ങി പോരെ, ഇനി പോരെ പടിയിലേക്ക്. ആപ്പിള്. അയ്യോ, ഇപ്പൊ ആപ്പിൾ കത്തിയാൻ പറ്റില്ല. ആപ്പിള് ബോംബ്. ആപ്പിൾ ബോംബ്. ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും. പൊട്ടി എല്ലാവരും ചാവും. ഞാൻ ഇപ്പൊ കടിക്കും. ഇപ്പൊ കടിക്കും. ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് ഈ കാണലാണ് നമ്മുടെ അന്തകൻ. അതിനവര് കണ്ണു കാണാൻ നല്ല മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്. അന്ന് കേറി. എടാ, അത് ഞാൻ അയ്യോ. അച്ഛനെ വണ്ടിക്കല്ല കയറിയത്. പിന്നെ ചക്കിന് വെച്ചത് ചെക്കിന് കൊണ്ടു. എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എടുക്ക്. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? വലിയാടാ, എന്തിനു കൊണ്ടുപോകണം? ഈ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിന് അല്ല വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. Local brothers. We are a group of Panjar brothers. മലയാളത്തിൽ പറയടാ. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. പഞ്ചർ brothers, ഉള്ളേമൊക്കെ ജീപ്പിലിട്. മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയുണ്ട്. പോണ വഴിക്ക് എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുളങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ. കാല് സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അതെ. അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? എടാ മോനെ, ഇത്ര ചെറുപ്പത്തില് ഇത്ര വലിയ തമാശ പറയല്ലേ. കൂമ്പോടി പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എടാ കുരുന്നേ, എന്താ നിന്റെ ഭാവം? അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇട ചെറുക്കാൻ നിന്റെ ആശുപത്രി അല്ല വെച്ച് പുറപ്പിക്കുന്നു. Brothers, follow me.
ഈ ചെറുക്കനെ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാണല്ലോ ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? എനിക്കൊരു ഐഡിയ. ആ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലാ? ഓ അപ്പൊ ചെറുക്കൻ പുറത്ത് നമ്മൾ 4 പേര് അകത്ത്. First idea. അതിപ്പോ നമുക്കൊരു കേസ് ഉണ്ടാക്കണമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. അച്ഛനെ ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ഷക്കീലപ്പടത്തിന് പോയാലോ? ഇതാണ് അതെ, തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററുകാർ പുറത്തു നിർത്തുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. ഐഡിയ. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. എവിടെ? അല്ല ഒരു ഐഡിയ ആഹാ, വേഗം പറ. എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദേഴ്സ്. അല്ല, ഈ ബുദ്ധിയില്ലാത്തവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാമോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്നറിയാമോ? ആ എന്റെ കാലിക്കുത്തിയ സൂത്രം. അള്ളു അള്ളു. ഇങ്ങ് വാ. ചോക്കോലക്കുട്ടൻ. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മധ്യത്ത് വെക്കണം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവനുണ്ടാവും, വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുങ്ങ ഡോർമെട്രി പോകാം. ഓക്കേ.